അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മിഥുൻ വ്ളോഗ്സ് ആൻഡ് റിയാക്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 2:30 ആയി കാണും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാളിമല എന്ന സ്ഥലത്ത് പോകണം. അവിടെ ചെറിയൊരു ട്രെക്കിംഗ് ആണ്, 2 കിലോമീറ്റർ എന്തോ നടക്കണം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ട്, ചിലപ്പോൾ മഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു കാളിമല ക്ഷേത്രവും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നമുക്ക് കാണണം. അപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ എന്താ റെഡിയായി. അപ്പോൾ ഇതാ എൻ്റെ വീട് ഇവിടെ സൈഡിലുണ്ട്, കണ്ടില്ലേ, എൻ്റെ വീടാണിത്. അപ്പോൾ നമുക്കിനി അവിടെ കാളിമല പോയിട്ട് കാണാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ വരണ വഴിക്ക് നെയ്യാർ ഡാമിൽ കൂടെയാണ് നമ്മൾ വരണത്. അപ്പോൾ നമ്മളിതാ നെയ്യാർ ഡാമിൻ്റെ അകത്തെത്തി. നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, അകത്ത് കയറിയില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പാലം, ഇതാണ് നെയ്യാർ ഡാമിൻ്റെ ആ പാലം. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു വ്യൂ ഉണ്ട്, നമ്മൾ സൈഡിലെ റോഡിൽ നിന്ന് അതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് വേണം. ഡാം ഇതാ തുറന്നു വിട്ടിട്ടുണ്ട്, 3 ഷട്ടറും തുറന്നിട്ടുണ്ട്. 5-10 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതാണ് ആ പാലം പറഞ്ഞത്. വെള്ളം സൈഡിൽ കൂടെ അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. അല്ല, അവിടെ സൈഡിലൊന്നും ആഴമില്ല, നടുക്ക് നല്ല ആഴമുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അകത്തൊക്കെ ആൾക്കാർ നല്ല തിരക്കുണ്ട് ഇന്ന്. അപ്പോൾ ഇതാ സൈഡിലാണെങ്കിൽ പാർക്കൊക്കെ ഉണ്ട്, പാർക്ക്. അപ്പോൾ നമുക്കിനി പോണ വഴിയിൽ കാഴ്ച. കുറച്ചും കൂടെ പോകുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, അവിടെ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ. ഇതാണ് നെയ്യാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. മുമ്പ് നമ്മളിവിടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ നിൽക്കുന്ന സൈഡിലാണ് മാമൻ്റെ വീട്. അവിടെ ആ വീട്ടിൽ നിന്ന് നെയ്യാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് കാളിമല എത്തിയിട്ട് കാണാം. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അങ്ങ് ദൂരെ ആറ് കാണുന്നില്ലേ, അതാണ് ചിറ്റാർ ഡാം. ഗൈസ്, നമ്മളിതാ കയറി വന്ന വഴി കണ്ടില്ലേ. അപ്പോൾ ഇതാ ഇതിലെ കൂടെയൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു കാറ്, വേറൊരു കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, 2 ബൈക്ക്, 2 കുറേ ബൈക്കുണ്ട്, തിരക്കുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം. അപ്പോൾ നമ്മുടെ കാറ് താണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത്. അത്യാവശ്യം ശരി കോൺക്രീറ്റ് ഒക്കെ ഇട്ട വഴിയാണ്. നിങ്ങൾ പറഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോ ചെയ്യണം, ഇതുവഴി കാറൊക്കെ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ കയറുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കയറിയില്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ടങ്ങ് നടന്നു പോകും. അപ്പോൾ ഇന്ന് കാണാം. അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലെ പാർക്കിങ്ങിലോട്ട് പോകുന്നു. ഇനി അങ്ങോട്ട് ഇതേപോലത്തെ പാതകളിലായിരിക്കും നമ്മൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 50 രൂപ എന്തോ ഫീസ് വേണം. ഇവിടെ ഒരു അങ്കിള് കാറ് നോക്കിക്കോളും. ആ ഫീസ് കൊടുത്താൽ ആ അങ്കിൾ ഒരു 7-7:30 മണി വരെ കാണും. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രക്കിങ്. ഇപ്പോൾ കണ്ട് റോഡാണ്, അച്ചമ്മണ്ട്. ഇതാ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, അങ്ങ് ദൂരെ ഒരു വെള്ളം കാണില്ലേ, ഡാം, അത് ചിറ്റാർ ഡാമാണ്. ഇവിടെ വ്യൂ ഉണ്ട്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിൽ അധികം ഉയരത്തിൽ മലമുകളിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന ഏക ഭഗവതി സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപം കേരള-തമിഴ്നാട് അതിർത്തിയിൽ വരമ്പന്തി മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ശ്രീ ലോകാംബിക ക്ഷേത്രം. പോകുന്ന വഴിയിൽ നിറയെ കാഴ്ചകൾ കാണാനുണ്ട്, പ്രത്യേകിച്ച് ചിറ്റാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകളും. അപ്പോൾ
നമ്മൾ കുറച്ച് ദൂരം കയറി വന്നു. ബൈക്കൊക്കെ കയറാൻ പറ്റുമെന്തോ. കയറും ബൈക്കൊക്കെ, എക്സ്പൾസ് ഹിമാലയനൊക്കെ കയറും. ഇവിടെ ഒന്ന് വന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ഇതാ അങ്ങ് ദൂരെ കാണുന്നില്ലേ ഡാം, അതാണ് ചിറ്റാർ ഡാം. അതൊക്കെ ചിറ്റാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. തളർന്ന് ഇത് കുഴപ്പമില്ല, നല്ല ട്രെക്കിങ്ങൊക്കെ ഒരു ക്രൈസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വരാൻ പറ്റും. അടിപൊളിയാണ് ഈ സ്ഥലം. ഇനി തണ്ട ഇതുവഴി അങ്ങ് കയറി അങ്ങ് പോകണം. ഇനി നല്ല അടിപൊളിയാണിത്. എന്ന് വെച്ചാൽ ശരിക്കും ഒരു നല്ല ശാന്തതയാണ്, നേച്ചറാണ് ഇതൊക്കെ. നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ലൊരു വ്യൂ ആയിരിക്കും ഇത്. അതായത് മലകൾ തന്നെയല്ലേ അമ്മേ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ മലകളൊക്കെ. ചെറിയ കോടമഞ്ഞ് പോലെ ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഇനി കയറുമ്പോൾ കാണാം. ഞാൻ എൻ്റെ സെക്കൻഡ് ടൈമാണ് ട്രക്കിങ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് നാഗാലാൻഡിൽ വെച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വലിയൊരു മല കയറിയതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു എനിക്ക്. ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ടില്ലേ, ഒരു മഹീന്ദ്ര താർ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ വരുന്നെങ്കിൽ അമ്പലത്തിൽ വരുന്നവർക്ക് 4x4 ഡ്രൈവുള്ള കാറുകൾ കൊണ്ടുവരാം. ബൈക്ക് വരാമായിരുന്നു, പക്ഷേ ഇവിടെ നിറയെ ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് ബൈക്കിനി കയറ്റി വിടില്ല. നമ്മുടെ വണ്ടി ഒരു ഹാഷ് ബാക്കാണ്, അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ 4x4 ആയിരുന്നെങ്കിൽ നമ്മൾ ഈ മല കയറിയേനെ. നമ്മൾ കയറുന്ന വഴി ചിറ്റാർ ഡാമിൻ്റെ കുറേ കാഴ്ചകൾ കണ്ടു. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും വെള്ളമോ സ്നാക്സോ കരുതിയിരിക്കണം. കാരണം വരുന്ന വഴിയിൽ കടകളൊന്നുമില്ല. ഇങ്ങനെ കാളിമല എത്തുമ്പോഴാണ് കടകളുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുടിച്ചു. രണ്ട് സോഡ നാരങ്ങ വെള്ളം പറഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാളിമല ക്ഷേത്രം കണ്ടു. അവിടുന്ന് നമ്മൾ വേറൊരു ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അവിടെ നട തുറന്നെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നട അടച്ചു. നമ്മളെ ചെറിയ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നമുക്ക് നോക്കാം. കാളിമല എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാളിമല. വേറൊരു അമ്പലമുണ്ട് ഇവിടെ, അതിൻ്റെ നട തുറന്നിട്ടുണ്ടായിരുന്നു, അത് അടച്ചു. നമ്മൾ ആ താഴെ കാണുന്ന കടയിൽ നിന്ന് നാരങ്ങളും കുടിച്ചു. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള വഴി, അതാണ് അമ്പലം, അവിടെ അടച്ചു. കാളിമല ഒന്ന് പോയി നോക്കിയിട്ട് വരാം.
നല്ല മനോഹരമായ കാളിമല ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി നാളിൽ നടക്കുന്ന പൊങ്കാലയാണ് ഇവിടെ പ്രശസ്തമായത്. ആയിരക്കണക്കിന് ആളുകൾ ചിത്ര പൗർണമി പൊങ്കാല ദിവസം ഇവിടെ എത്താറുണ്ട്. നമ്മളിതാ ടോപ്പിൽ നിന്ന് കാളിമല അമ്പലത്തിൽ നിന്ന് നടന്നു വരെയാണ്. അപ്പോൾ ഇതാണ് വഴി. വലിയൊരു പാറ സൈഡ്, നല്ലൊരു വ്യൂ. ഇവിടെ വന്നപ്പോൾ അടുത്തൊരു അമ്പലം കണ്ടു. നല്ല അടിപൊളി അമ്പലം. ഇവിടെ ഒരു ഷെഡാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വിറക് കൂട്ടി വയ്ക്കുന്ന സ്ഥലം. ഒരമ്പലം കണ്ടു. ഉള്ളല്ലേ, അടിപൊളി അമ്പലം. ഒരു ചെറിയ അമ്പലമാണ്. നിറയെ ശൂലങ്ങളൊക്കെ ഉണ്ട്. അവിടെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ ഇനി തെക്കൻ കുരിശുമലയിലോട്ട് പോകുന്നു. ഞാനിപ്പോൾ നടക്കുന്ന വഴി സ്വർഗം പോലെയാണ്. ഇവിടെ നല്ല പൈൻ മരങ്ങളുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ 2 സൈഡിലും കൊക്കയാണ്. പിന്നെ കാട്ടിനിടയിലൊന്നും പോയി ചാടരുത്. പാമ്പ് കടി കൊണ്ടാൽ ഉറപ്പാണ് താഴെ എത്തുന്നതിന് മുമ്പേ മരിച്ചിരിക്കും. അങ്ങനെ പോകുന്ന വഴിയിൽ വിശന്നപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും കുടിച്ചു. അങ്ങനെ കുരിശുമല എത്താറായപ്പോൾ ചിറ്റാർ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ കാണാം. നമ്മൾ കുരിശുമല എത്തി. ആ കുരിശ് കണ്ടില്ലേ, ആ ചിറ്റാർ ഡാമിൻ്റെ സൈഡാണത്. അങ്ങനെ നമ്മൾ ശരിക്കുള്ള കുരിശുമലയിലോട്ട് നടക്കുന്നു. അങ്ങനെ ഇതാണ് ശരിക്കുള്ള കുരിശുമല. ഞാൻ നേരത്തെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഗൈസ്, നമ്മളിതാ ഇപ്പോൾ ശരിക്കുള്ള കുരിശുമലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കുരിശുമല തന്നെ. ശരിക്കുള്ള കുരിശുമല എന്ന് വെച്ചാൽ അവിടെ അങ്ങ് ആ മരത്തിൻ്റെ കിടക്കിതാ അങ്ങൊരു മലയില്ലേ, അതാണ് ശരിക്കും ഒരു കുരിശുമല. അതിൽ നിന്ന് ഇവിടത്തെ കൂടെ ഇനി കയറി വരണം. അപ്പോൾ അതാ വലിയൊരു കുരിശുണ്ടല്ലേ, ഇതാണ് ശരിക്കുള്ള കുരിശുമല. അവിടെ 2-3 മലയുണ്ട്. കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാ. അങ്ങ് നോക്കിയൊരു 3 മലയാണ്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സൺറൈസ്, സൺസെറ്റ് കണ്ടില്ലേ? ആ ചിറ്റാർ ഡാമിൻ്റെ ഭാഗങ്ങളാണത്. അടിപൊളിയല്ലേ ഗൈസ്? പിന്നെ ആ ദൂരെ കാണുന്ന ആ മലയില്ലേ, അതാണ് പൂനിച്ചി മല. അത് നമ്മൾ ആദ്യം ആ കുരിശുമലയിൽ പോയ ആ താഴെയുള്ളൊരു വഴി കൂടെയാണ് അവിടെ പോകാനുള്ളത്.
അപ്പോൾ കുരിശുമലയിൽ നിന്ന് ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയ ട്രെക്കിംഗ് ആണിത്. അപ്പോൾ ഇവിടെ വരാനുള്ളവർക്ക് വരാം. ഇത് അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കാലാവസ്ഥ ഇച്ചിരി ഡള്ളായിരുന്നു ക്ലൈമറ്റ്. അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റിയൊക്കെ ചെറുതായിട്ട് ഡള്ളായിരിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ആ സൺസെറ്റ് കാണുന്നില്ലേ, അടിപൊളിയല്ലേ അത്. നമ്മൾ കുരിശുമലയിൽ കുറച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഇത് കേരളം, ഇത് തമിഴ്നാട്. ഇതാ അത് നെയ്യാർ ഡാമാണ് അവിടെ കാണുന്നത്. ഇത് ചിറ്റാർ ഡാം. കൊള്ളലി. ഇനി പതുക്കെ ഇരുട്ടാൻ തുടങ്ങി. നമുക്കിനി തിരിച്ചു പോകാം. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ അവിടെ കുരിശുമലയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇതാണ് വഴി. അച്ഛൻ നടന്നു പോകുന്നുണ്ട്. അവിടെ കുറേ ചേട്ടന്മാരെ പോണ്ട്. വലിയ പാറ നേരത്തെ കാണിച്ച. ഇനി പോകുമ്പോൾ പൈൻ മരങ്ങൾ കുറേ കാണും. അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ കുരിശുമലയും കാളിമലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വെട്ടമില്ലെങ്കിൽ പ്രശ്നമാവും. ലോ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല ഇതിന്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.